ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഒരു 5:45 ആയപ്പോൾ ഞാൻ ഉറക്കം എണീറ്റിട്ടോ. പിന്നെ കുറച്ച് നേരം ഞാൻ അവിടെ പോയി ഇങ്ങനെ ഇരുന്നിട്ട് നേരെ കിച്ചണിലോട്ട് വന്നിട്ടോ. അപ്പോൾ എടുത്ത വീഡിയോ ആണ് മിറ്റമൊക്കെ. അപ്പോൾ ഒരു 6 മണി സമയമാണ്. അപ്പോൾ ചേട്ടന് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ദോശമാവാണ് കേട്ടോ, ഞാൻ വീട്ടിൽ ആട്ടുന്നതാണ്. പിന്നെ ചായക്ക് വേണ്ടി പാലെടുത്ത് വെച്ചു. ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ദോശയും ഗ്രീൻ പീസ് കറിയുമാണ് കേട്ടോ. പിന്നെ ഒരു അവിയൽ ഉണ്ടാക്കണം, പുളിശ്ശേരി ഉണ്ടാക്കണം, മീൻ കറി ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ നമുക്ക് രാവിലെ ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിച്ചാലല്ലേ നല്ല ഉഷാറ് വരത്തുള്ളൂ. ഇത് എനിക്കല്ല കേട്ടോ, ചേട്ടന് ഭയങ്കര നിർബന്ധമാണ്. രാവിലെ ചായ കുടിച്ചാൽ മാത്രമേ ഒരു ഉഷാറുള്ളൂ പറയും. അങ്ങനെ ഞാൻ ചായക്ക് വെച്ചു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എനിക്ക് ചേട്ടനാണ് കേട്ടോ എടുത്തു തരുന്നത്. പിന്നെ ചായയൊക്കെ തിളച്ചു. അപ്പോൾ ചേട്ടന് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ വേഗം ചോറും കൂടി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അന്നേരം ഞാൻ റേഷൻ അരി ആട്ടോ വെക്കുന്നത്. റേഷൻ കടയിലെ വെള്ള അരിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ചോറിനുള്ള കലത്തിലോട്ട് വെള്ളമൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് വെള്ളം ചൂടായി വന്ന സമയത്ത് ഞാൻ അരി കഴുകുകയാണ് കേട്ടോ. അരി അങ്ങ് കഴുകുക. അതാകുമ്പോൾ നമുക്ക് ചേട്ടന് ചോറ് കൊടുത്തൂടെ എളുപ്പവുമാണ്. അന്നേരം അതുപോലെ എളുപ്പത്തിൻ്റെ അല്ല ഞങ്ങൾ റേഷൻ അരിയാണ് കൂടുതൽ വെക്കുന്നത്. റേഷനരി തീരുന്ന സമയത്ത് അങ്ങനെ വിലയരി മേടിച്ച് വെക്കുമ്പോൾ ഉള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് റേഷൻ കടയിൽ അരി ഇരിപ്പുണ്ട്. അങ്ങനെയാണ് നമ്മൾ ആ അരി വെക്കുന്നത് കേട്ടോ. അങ്ങനെ അരിയൊക്കെ അങ്ങ് കഴുകി ഇട്ടു. എന്നിട്ട് ചായ അങ്ങോട്ട് അരിക്കാൻ പോവുകയാണ് കേട്ടോ. എന്നിട്ട് ചേട്ടനൊരു ഗ്ലാസ് കൊണ്ട് കൊടുക്കണം. അപ്പോൾ ചേട്ടനൊരു ഉഷാറാവും കേട്ടോ ചായ കുടിക്കുമ്പോൾ. അത് കഴിഞ്ഞ് വേണ്ട ചൂടോടെ ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്ന് ചേട്ടന് കൊടുത്തു. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കും കേട്ടോ. കാരണം മടി എന്ന് ഉദ്ദേശിച്ചത് ഉറക്കം എണീക്കാൻ വലിയൊരു താമസം പോലെയാണ്. കാരണം നമ്മളെ വീട്ടിൽ ഉറങ്ങുമ്പോൾ തന്നെ 11-11:30 മണിയൊക്കെ ആവും കേട്ടോ. മക്കളിങ്ങനെ സംസാരിച്ചും കളിച്ചും ഇങ്ങനെ ഇരിക്കുമെന്നേ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറക്കം ശരിയാവില്ലേ. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായി. അപ്പോൾ നേരത്തെയൊക്കെ എണീറ്റ് ശീലിക്കണമല്ലോ. പിന്നെ ഞാൻ നേരെ വന്നിട്ട് ഗ്രീൻ പീസ് ഇപ്പുറത്തെ അടുപ്പിൽ അരി അങ്ങോട്ട് കഴുകി ഇട്ട് വെച്ചു. പിന്നെ ഇപ്പുറത്തെ കൊച്ചടുപ്പിലോട്ട് ഞാൻ ഗ്രീൻ പീസ് കറി വയ്ക്കാൻ വേണ്ടി കേട്ടോ. പക്ഷേ ഇതൊരു തട്ടിക്കൂട്ട് ഗ്രീൻ പീസ് കറിയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ക്യാരറ്റൊന്നും ഇല്ല മക്കളെ. അപ്പോൾ കിഴങ്ങ്, ഉള്ളി ഇതൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് ഒരു ഗ്രീൻ പീസ് കറി തട്ടിക്കൂട്ടി അങ്ങ് ആക്കി. പിന്നെ അവിയലിന് വേണ്ടി ആ സമയം കൊണ്ട് ഗ്രീൻ പീസ് കറി ആവുന്ന സമയം കൊണ്ട് ഞാൻ അവിയലിന് അരിഞ്ഞങ്ങ് വെച്ചു കേട്ടോ. അവിയലിൻ്റെയൊക്കെ റെസിപ്പി എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പം ഞാൻ അതിടാം കേട്ടോ. അത് കഴിഞ്ഞ് അവിയലിന് വെച്ചപ്പോഴത്തേക്ക് പതുപോലെ ചേട്ടൻ കലാപരിപാടിയിലോട്ട് അങ്ങ് ഇറങ്ങി കിട്ടും. അതായത് തേങ്ങ തിരുകി തരുന്ന ചേട്ടനാട്ടോ കൂടുതലും. കാരണം എനിക്ക് വയ്യാത്തതുകൊണ്ട് തേങ്ങ തിരുകാൻ പാടാം. പിന്നെ ഈ വെയിറ്റുള്ള കലവായതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു ഞാൻ വാർത്തിട്ട്. എന്നിട്ട് ചേട്ടൻ പ്രത്യേകിച്ച് ഒരു കാര്യം എന്നോട് പറഞ്ഞു. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. എന്തായാലും നീ എന്നെ വീഡിയോ എടുക്കൂ, ഞാനാണ് ഇവിടെ ചോറ് വെച്ചത്, തേങ്ങ തിരുകിയത് എന്നൊക്കെ പറയാൻ വേണ്ടി വീഡിയോ എടുക്കും. ചേട്ടൻ തമാശ പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ ചേട്ടനെ കളിയൊക്കെ ആക്കിയിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദോശ അങ്ങോട്ട് ചുടാൻ വേണ്ടി വെച്ചു കേട്ടോ. അതിനകത്തോട്ട് ഞാൻ നെയ്യ് ഇതാക്കി വെച്ചിരിക്കുന്ന എടുത്ത് ഒഴിക്കുന്നതാണ് കേട്ടോ. ഞാൻ ആ നെയ്യ് ഉണ്ടല്ലോ കട്ട മാറ്റി ഉരുക്കി ഇങ്ങനെ ഇതാക്കി വെച്ചിട്ട് ഞാൻ അതെടുത്ത് ദോശയ്ക്ക് പുറത്തൊഴിക്കും കേട്ടോ. അതാണ് എനിക്കിഷ്ടം. അപ്പോൾ പെട്ടെന്ന് ജോലി കഴിയണം. ചേട്ടൻ 8 മണിയാകുമ്പോഴത്തേക്ക് ജോലിക്ക് പോകാൻ ഇറങ്ങണം. അപ്പോൾ ആ സമയത്ത് നമ്മളെല്ലാം ആവണം. അപ്പോഴത്തേക്ക് തേങ്ങ തിരികെ തന്ന് ഞാൻ അവിയലിന് വേണ്ടി അരപ്പ് ചതച്ചുകൊണ്ട് വന്ന് ഇട്ടു കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ഉടഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഇളക്കി കറിവേപ്പിൻ്റെ ഇലയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ അടച്ചു വെക്കും. പിന്നെ അപ്പോഴത്തേക്ക് ഇപ്പുറത്തെ അടുപ്പിലോട്ട് ഞാൻ പിന്നെ പുളിശ്ശേരി വെച്ചു കേട്ടോ. അതായത് ഓരോ നാട്ടിലെ ഓരോ രീതിയാണ് പറയുന്നത്. ചിലയിടത്ത് മോര് കാച്ചുക എന്നൊക്കെ പറയും, ചിലയിടത്ത് മോര് കറി എന്നങ്ങോട്ടൊക്കെ പറയും. ഇവിടെ പുളിശ്ശേരി എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ പുളിശ്ശേരിക്ക് വേണ്ടി ഉള്ളിയും കറിവേപ്പിൻ്റെ ഇല, കടുക് എല്ലാം കൂടി നമ്മൾ എണ്ണയ്ക്കകത്ത് കടുക് വറുത്തിട്ട് പുളിശ്ശേരി അങ്ങ് ഒഴിക്കും കേട്ടോ. തേങ്ങയും തൈരും ജീരകവും ഒക്കെ ചേർത്തതാണേ. പുളിശ്ശേരി കടുവറുത്തോണ്ട് വന്നപ്പോൾ മീൻകാരൻ വന്നിടന്ന് വിളിക്കുന്നു. അപ്പോഴത്തേക്ക് 7 മണിയൊക്കെ ആവാറായി. അപ്പം ഞാൻ 7 മണിയായി കേട്ടോ. ഞാൻ വേഗം പോയിട്ട് മീൻ മേടിച്ചു കേട്ടോ. ചാളയാണ് കേട്ടോ ഇന്ന് കിട്ടിയത്. അപ്പം ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ചേട്ടന് പുളിശ്ശേരി, മീൻകറി പുളിശ്ശേരി, അവിയൽ, ചമ്മന്തി കൊടുത്തു വിടാന്ന്. അപ്പോഴത്തേക്കാണ് മീൻകാരൻ വന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു പാവല്ലേ മീൻകറിയും കൂടി അങ്ങ് വെക്കാം. അങ്ങനെ മീനൊക്കെ വെട്ടിക്കണ്ടിച്ച് വൃത്തിയാക്കി എടുത്തു കേട്ടോ. അതിനുശേഷം പുളിമുളക് മീൻകറിക്ക് പെട്ടെന്ന് അങ്ങോട്ട് മൂപ്പിച്ചെടുത്ത് അങ്ങോട്ട് വെച്ചു. അതിൻ്റെ ഇടയിൽ കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീൻ കൊണ്ടുവന്നിട്ട് വെളിയിൽ വെച്ചിട്ട് ചേട്ടൻ അതിനകത്ത് സഹായിക്കുന്നുണ്ട് എന്നെ. അപ്പോഴത്തേക്ക് ഇതേ ചോറ്, അവിയൽ, പുളിശ്ശേരി, പിന്നെ മീൻകറി ഒഴിക്കാനുള്ള ഡപ്പയാണ് കേട്ടോ കഴുകി കൊണ്ടുവച്ചിരിക്കുന്നത്. മീൻകറി അടുപ്പിൽ കിടക്കുന്നതേ ഉള്ളൂ.
അതിന് ശേഷം കണ്ടോ ഇത്രയും തുണികളുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ വാഷിംഗ് മെഷീനിലിട്ട് അതും അങ്ങ് കഴുകി വെച്ചു. കുറേ ദിവസം കൂടിയാണ് ഇപ്പോൾ വെള്ളമൊക്കെ വന്നത്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഞങ്ങളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ സബ് ചെയ്യാത്തവരെല്ലാവരും കയറിയിട്ട് ചാനലൊന്ന് സബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു ബെല്ല് മണി പോലത്തെ ഒരു ഇതുണ്ട് കേട്ടോ, ഓൾ എന്നുള്ള ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുമ്പോഴേ എൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടത്തുള്ളൂ. പിന്നെ ചേട്ടൻ കാപ്പി കഴിക്കുകയാണ്, ഇപ്പുറത്ത് ഞാനും കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അതിനുശേഷം ചെന്ന് നോക്കിയപ്പോൾ മീൻകറിയൊക്കെ തിളച്ച് വെന്ത് സെറ്റായി കേട്ടോ. പിന്നെ മീൻകറിയും കൂടി കൊണ്ടുവന്ന് ഒഴിച്ചു. ചേട്ടനെ കറക്റ്റ് അപ്പോഴത്തേക്ക് 8 മണിയാവാൻ പോകും. ചേട്ടൻ ഇറങ്ങാൻ സമയമായി. അപ്പോഴുണ്ട് എൻ്റെ കുഞ്ഞാറ്റ പെണ്ണ് ഉറക്കം എണീറ്റ് അങ്ങോട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ. അവർ രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു. പിന്നെ പോയി ചേട്ടൻ പറഞ്ഞു ഗേറ്റ് പോയി തുറക്കാൻ പറഞ്ഞു മോളോട്. അങ്ങനെ ചേട്ടൻ നേണ്ട ജോലിക്ക് പോവാണ് കേട്ടോ. ഇനി ഇവിടെ അങ്ങ് ഒരു മൂകതയാണെന്നേ. ചേട്ടൻ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ മക്കൾ രണ്ടുപേരും ട്യൂഷന് പോവും. പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരോടും ടാറ്റാ.